വതളുന്നൂന ബില്ലാഹി ളുനൂനാ. എന്റെ റബ്ബിന്റെ സഹായം എപ്പോഴാണ് കടന്നു വരുന്നത്? റബ്ബ് ഞങ്ങളെ മറന്നുപോയോ? റബ്ബ് ഞങ്ങളെ സഹായിക്കത്തില്ലയോ എന്ന് സഹാബത്ത് വിചാരിച്ചു പോയെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭയം നമ്മളിലേക്ക് കടന്നു വരും. ഇനി അമേരിക്കയല്ല, ഇസ്രായേലല്ല, ഏതെല്ലാം ശക്തികൾ കടന്നു വന്നാൽ, ഫലസ്തീനിന്റെ മക്കളെ ക്രൂരമായി കൊല ചെയ്താൽ, ഫലസ്തീനിന്റെ പിഞ്ചു മക്കളുടെ തലച്ചോറ് പുറത്തെടുക്കുന്ന രീതിയിൽ മിസൈലുകൾ പാഞ്ഞു പോയാൽ പറയണം ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. ഇന്ന് ഫലസ്തീനിൽ നമ്മൾ കാണുന്ന നേർക്കാഴ്ചകളുണ്ടല്ലോ, വീടില്ല, ഉടുക്കാൻ ഉടുതുണിയില്ല, മക്കളെ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, ഭാര്യയെ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, ഭർത്താവിനെ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, ആൺമക്കളെ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഞാനും നിങ്ങളും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടില്ലല്ലോ. അല്ലാഹുവേ, ഫലസ്തീനിൽ ഇന്ന് കരച്ചിലല്ലേ, കൂട്ടക്കരച്ചിലുകളല്ലേ, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശത്രു സൈന്യം ഒരുമിച്ച് കൂടുകയല്ലേ. അല്ലാഹുവേ, റൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന മുസ്ലിം വിരോധി വീണ്ടും പറയുകയാ, ഫലസ്തീനിന്റെ മക്കളെ ഇല്ലായ്മ ചെയ്യുമെന്ന്. എത്ര കാട്ടുതീ വന്നാൽ, എത്ര പ്രളയം വന്നാലും അല്ലാഹുവേ, ശത്രുക്കൾ പഠിക്കുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി ലോക അവസാനം വരെ ശത്രുക്കൾ കടന്നു വരും. നിങ്ങളിൽ ഭയമുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ചേർത്ത് പിടിക്കണേ. അല്ലാഹുവേ, സഹാബത്തിന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഹന്തക്കിലെ സഹാബത്ത് സഹിച്ച അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്യുമെന്ന് സഹാബത്തിന് അറിയില്ല. കമ്പോളത്തിലൂടെ സഹാബത്ത് നടന്നു പോവുകയാണ്. അന്നേരം വേണ്ടപ്പെട്ടവർ, കുടുംബക്കാർ എല്ലാവരും പറയാ, സഹാബാ, നിങ്ങളെ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. ഹന്തക്കെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. ശത്രുക്കളുടെ എണ്ണം കൂടുതലാ, അവർക്കൊരുപാട് ആയുധ ബലമുണ്ട്. നിങ്ങൾക്ക് മിതമായ ആയുധമില്ല, നിങ്ങൾക്ക് ഭക്ഷണമില്ല, നിങ്ങൾ തളർന്നവരാണ്. നിങ്ങളെ എങ്ങനെയാണ് അവരോട് പ്രതിരോധിക്കുന്നതെന്ന് അല്ലാഹുവേ ജനങ്ങൾ പറഞ്ഞപ്പോൾ, ബദർ കണ്ട സഹാബത്തല്ലേ, അല്ലാഹുവിന്റെ സഹായം കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിച്ച സഹാബത്തല്ലേ, അവിടുന്ന് സഹാബത്ത് പറയുകയാണ്, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അല്ലാഹുവേ, പൗരത്വത്തെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, പൗരത്വത്തെ കുറിച്ച് ഈ സമൂഹത്തെ, മുസ്ലിം സമൂഹത്തിനോട് ചോദിക്കുമ്പോൾ നമ്മൾ നിരാശപ്പെടണ്ട. അല്ലാഹുവാണ് നമ്മുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പാ, ഹസ്ബുനല്ലാഹ് പറകുപ്പാ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അല്ലാഹുവേ, ഹന്തക്കിൽ അല്ലാഹു സഹായിച്ചല്ലോ. ഹന്തക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു സഹായിച്ചതല്ലേ. അല്ലാഹുവേ, പടച്ചവനെ നമ്മൾ മനസ്സിലാക്കണം. മഹാനായ സൽമാൻ തങ്ങള് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയാ. എന്നിട്ട് സൽമാൻ തങ്ങൾ പറയുകയാ, യാ റസൂലല്ലാഹ്, നമുക്ക് കിടങ്ങ് കുഴിക്കാം യാ റസൂലല്ലാഹ്. അല്ലാഹുവേ, സഹാബത്ത് ഹന്തക്ക് കുഴിക്കുകയാ, കിടങ്ങ് കുഴിക്കുകയാ. കരയണം പ്രിയപ്പെട്ടവരെ, സഹാബത്ത് സഹിച്ചതുപോലെ ഒരു വേദന ഞാനോ നിങ്ങളോ സഹിച്ചിട്ടില്ലല്ലോ. അല്ലാഹുവേ, ഹന്തക്ക് കുഴിക്കും, സഹാബത്ത് തളർന്നു വീഴുകയാ. അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. സഹാബത്ത് പ്രയാസത്തിലാ, സഹാബത്ത് വളരെ വേദനയിലാ. വിശപ്പ് സഹിക്കാൻ പറ്റാതെ സഹാബത്ത് തന്റെ വയറുകളിൽ കല്ല് കെട്ടിവെച്ചുവെന്ന് ചരിത്രം നമ്മളോട് പറയുകയാ. സഹാബത്ത് ചെല്ലുന്നു, അബൂബക്കർ തങ്ങൾ ചെല്ലുകയാ, യാ റസൂലല്ലാഹ്, വല്ലാത്ത അവസ്ഥയാണ് യാ റസൂലല്ലാഹ്. ഉമർ തങ്ങൾ ചെല്ലുകയാ, നബിയെ, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല യാ റസൂലല്ലാഹ്. വല്ലാത്ത വേദനയുടെ രംഗമാണല്ലോ ഖന്തക്ക് എന്ന് പറയുന്നത്. അല്ലാഹുവേ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സഹാബത്ത് അവിടുന്ന് തന്റെ ഷർട്ട് ഉയർത്തി റസൂലുള്ളാഹിനെ കാണിക്കുകയാ. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ.
സഹാബത്തിന് റസൂലുള്ളാഹിന്റെ വസ്ത്രമൊന്ന് ഉയർത്തി കാണിക്കുകയാ. അല്ലാഹുവേ, 2 കല്ലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ വയറ്റിൽ വെച്ച് കെട്ടിയത് 2 കല്ലാണെന്ന് ചരിത്രം നമ്മളോട് പറയുമ്പോ 3 നേരം തിന്നാൻ ഭക്ഷണമുണ്ടല്ലോ. അല്ലാഹുവേ, ഇന്നേ വരെ ദാരിദ്ര്യം അല്ലാഹു നമുക്ക് തന്നിട്ടില്ലല്ലോ. റബ്ബിനെ മറന്നു പോകല്ലേ സഹോദരങ്ങളെ. അല്ലാഹുവേ, പള്ളിയിലേക്ക് പോകാൻ നമ്മുടെ ഈമാൻ അനുവദിക്കുന്നില്ലല്ലോ. അല്ലാഹുവേ, എത്രയോ സുബഹി നമ്മൾ കളാക്കിയവരാ. അല്ലാഹുവേ, എത്രയോ നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തിയവരാ. ഒരു ആയത്തെങ്കിലും പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തെങ്കിലും ഞാനോ നിങ്ങളോ പാരായണം ചെയ്തിട്ടുണ്ടോ? ഒരു അദ്കാറെങ്കിലും സുബ്ഹാനല്ലാഹ് എന്ന് ആത്മാർത്ഥമായി പറയാൻ എനിക്കോ നിങ്ങൾക്കോ സാധിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അല്ലാഹനെ മറന്നു പോകല്ലേ. സഹാബത്ത് ചേർത്ത് നിർത്തിയത് അല്ലാഹുവിനെയാ. അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ഇന്നല്ലാഹു മഅസ്സാബിരീൻ. അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാ. അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹസ്ബുനല്ലാഹ് എന്ന് നമ്മൾ പറയണം. അല്ലാഹു നമുക്ക് ഭയം തരും. അതുപോലെ അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് വിശപ്പ് തരും. ശക്തമായ വിശപ്പ് നിങ്ങൾക്ക് അല്ലാഹു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിക ആയത്തോതി നമ്മളോട് പറയാ. ഏറ്റവും കൂടുതൽ വിശപ്പ് സഹിച്ചതാരാ? ഏറ്റവും കൂടുതൽ വിശപ്പ് സഹിച്ചതാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ അവിടുന്ന് സഹിച്ച വിശപ്പിനെ കുറിച്ച് പറയാ. ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സഹിച്ച വിശപ്പിനെ കുറിച്ച് പറയാ. ഉമർ തങ്ങള് വിശന്നിട്ട് സഹിക്കാൻ വയ്യാതെ വീടിന്റെ പുറത്ത് നിന്ന് മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത വിശപ്പ്, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. വിശപ്പ് വന്നാൽ അങ്ങനെ വിശക്കുന്നവനെ അതിന്റെ വേദന അറിയൂ. വിശക്കുന്നവനെ അതിന്റെ വേദന അറിയൂ. ഉമർ തങ്ങള് ദിവസങ്ങളോളമായി ഭക്ഷണം കഴിച്ചിട്ട് അല്ലാഹുവേ മരുഭൂമിയിലൂടെ ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാ. അന്നേരം ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാ. അപ്പോഴാണ് അബൂബക്കർ തങ്ങൾ കടന്നു വരുന്നത്. അബൂബക്കർ തങ്ങൾ കടന്നു വന്നിട്ട് ഉമറിനെ കണ്ടപ്പോൾ ചോദിച്ചല്ലയോ ഉമറേ, എന്തുകൊണ്ടാണ് തനിച്ചിരിക്കുന്നത്? നമ്മൾ അങ്ങനെ ചോദിക്കാറുണ്ട്. നമ്മുടെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ഒറ്റയ്ക്കിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, എന്തേ ഒറ്റയ്ക്കിരിക്കുന്നത്? അപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, അബൂബക്കർ തങ്ങളെ, വല്ലാത്ത വിശപ്പ്, വല്ലാത്ത വിശപ്പ്. ആ വിശപ്പാണ് എന്റെ വീട്ടിൽ നിന്ന് എന്നെ ഈ മരുഭൂമിയിലേക്ക് ഇറക്കിയതെന്ന് മഹാനായ ഉമർ തങ്ങൾ പറയാ. അല്ലാഹുവേ, അബൂബക്കർ തങ്ങളും പറയുകയാണ്, ഉമറേ, താങ്കൾ അനുഭവിക്കുന്നത് എന്താണോ, താങ്കൾ അനുഭവിക്കുന്ന വിശപ്പ് തന്നെയാ എന്നെ എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയതെന്ന്. ആരാ പറയുന്നത്? ആ മക്കയിലെ സമ്പന്നനായിരുന്ന അബൂബക്കർ തങ്ങൾ പറയുകയാ. അല്ലാഹുവേ, അബൂബക്കർ തങ്ങൾ പറയുന്നു, ഉമറേ, വല്ലാത്ത വിശപ്പാണ് ഉമറേ. രണ്ടുപേരും പ്രയാസങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്നു വരികയാ. മദീനയുടെ മണവാളൻ നടന്നു വരികയാ. ഈ ലോകത്തിന്റെ കാരുണ്യം നടന്നു വരികയാ. റസൂലുള്ളാഹിന്റെ നടത്തം തന്നെ വല്ലാത്ത ആനന്ദമാ. റസൂലുള്ളാഹി തങ്ങള് ഇരുവരുടെയും അടുത്തേക്ക് കടന്നു വരികയാ. വന്നിട്ട് ചോദിക്കുന്നു, ഉമറേ, അല്ലയോ അബൂബക്കറെ, നിങ്ങൾ രണ്ടുപേരും എന്തേ ഇവിടെ ഇരിക്കുന്നത്? അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, വല്ലാത്ത വിശപ്പാണ് നബിയേ, ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാമയ്യ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ